ഓക്കെ, ഇപ്പൊ അതെല്ലാം അവിടെ വെച്ച് അവസാനിച്ചിട്ട് ഇപ്പൊ നമുക്ക് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോയുടെ ഡെയിലി റൊട്ടീനാണ്. അദ്ദേഹം ജീവിക്കുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഗൈസ്. പുള്ളിക്കാരെ ഇപ്പോൾ ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. കറക്റ്റ് ടൈം രാവിലെ ആയിട്ടുണ്ട്, 5:29 ആയിട്ടുണ്ട്. 5:30 കാത്തിരിക്കുകയാണ്. 5:30 കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ക്ഷീണം ഒന്നും കാണിക്കുന്നില്ല മുഖത്ത്. കറക്റ്റ് ആയിട്ട് കണ്ണു വന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ബിയേഡ് ഷേവ് എന്നാണ് കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം കുളിച്ച് ഫ്രഷ് ആയി കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നതിന് ശേഷം അദ്ദേഹം നേരെ പോയി ഒരു കോയിൻ എടുക്കാൻ വേണ്ടി വരുന്നത്. ആ കോയിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് അതെല്ലാം എടുത്ത് ഒരു കപ്പും കൂടെ എടുക്കുകയാണ്. ആ കപ്പ് എന്തിനാണ് എടുക്കുന്നത് പറഞ്ഞാൽ, കപ്പ് എന്തിനാണ് എടുക്കുന്നത്, കോഫി കുടിക്കാൻ എടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. സോ അങ്ങനെ ഒരു വൈറ്റ് ഷോട്ടിൽ നമുക്ക് കാണിക്കുകയാണ് അദ്ദേഹം കോഫി അടിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വൈറ്റ് ഷോട്ട് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ എന്തിനാ വേണ്ടിയാണ് ആ ടൈറ്റിൽ ചെയ്ത് കഴിക്കണേ, മാൻ കോൾഡ് ഓട്ടോ എന്ന് എഴുതി കാണിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞൊക്കെ ടൈം നോക്കിയിട്ട് അദ്ദേഹം കോഫി എല്ലാം കുടിച്ചതിന് ശേഷം നേരെ തിരിച്ച് അദ്ദേഹത്തിന്റെ ഡെയിലി റൂട്ടീൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം നോക്കിയപ്പോൾ ന്യൂസ് പേപ്പർ കാണുന്നത്. സോ ആ ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പറിൽ പട്ടി മൂത്രം വെച്ച് ചെയ്യുന്നു. സോ രാവിലെ തന്നെ ഓട്ടോ ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടി ചെയ്ത് വെച്ചതുപോലെ തന്നെ അദ്ദേഹം ഒന്നാമത് ഇറിറ്റേറ്റ് ആയ ആളാണ്. ഇതും കൂടെ കിട്ടിയപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഗൈസ്, എനിക്ക് സംശയം എന്താന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ, അത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. അദ്ദേഹത്തിന്റെ മനസ്സിലായിട്ടുണ്ട് ഓ ഗോഡ് എന്നൊക്കെ വിളിച്ചാൽ വരുന്നത്. പക്ഷെ അദ്ദേഹം വന്നിട്ട് നേരെ തല തടവിയിട്ട് മണപ്പിച്ച് നോക്കണേയാണ്. വാ, എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ന്യൂസ് പേപ്പർ എല്ലാം കൂടെ കൊണ്ടുപോയി പബ്ലിക് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടാൻ വേണ്ടി പോവുകയാണ്. എന്തിന് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങോട്ടേക്ക് ഇടാൻ പോയിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെയും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ആക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡസ്റ്റ്ബിൻസ് ഉണ്ട്. സോ അവർ അങ്ങനെയല്ല ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്ലാസ്റ്റിക്കിനും പേപ്പറിനും വേറെ ആയിട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻസ് ആണ് ഉള്ളത്. പക്ഷേ അതിൽ എല്ലാവരും ഇട്ടേക്കുന്നത് അങ്ങനെയല്ല, തോന്നി ഇളക്കാൻ ഇട്ടേക്കുന്നത്. സോ അത് ഓട്ടോ ഇഷ്ടപ്പെടാതെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് അദ്ദേഹത്തിന്റെ വേസ്റ്റ് മാത്രം കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് അദ്ദേഹം ഇടുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ആ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴാണ് സൈഡിൽ ഒരു സൈക്കിൾ നിർത്തേക്കുന്നത് കാണുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ സൈക്കിള് ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അത് ഓട്ടോക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഓട്ടോ അവന്മാരെ കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴാണ് ഇത് മാറ്റിയ ടൈമിലാണ് സൈക്കിളിന്റെ ഉടമസ്ഥ കിട്ടുന്നത്. എന്തോന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. സൈക്കിൾ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, അവിടെ മാത്രമേ പാർക്ക് ചെയ്യാവുള്ളൂ, അല്ലാതെ കണ്ണിക്കട സ്ഥലത്തൊന്നും വെച്ച് പാർക്ക് ചെയ്യരുത്. ഇനി ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലോക്കാക്കി വെച്ചിട്ടേ പോകുള്ളൂ. ഓട്ടോ ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചിട്ട് പോകണം. ഇപ്പൊ ആ ചെറുക്ക് ഇതേതുകളാ ഈ പ്രാന്താണെന്ന് പറഞ്ഞ് ചെറുക്ക് ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനും ഒന്നും പറയുന്നില്ല. വയസ്സായത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മനസ്സിൽ വാൾട്ട് ബാസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ആ പയ്യെ. അത് കഴിഞ്ഞിട്ട് ഓട്ടോ എല്ലാ കാറുകളും ഇങ്ങനെ നടന്നുകൊണ്ട് വെക്കുന്ന ടൈമിൽ എല്ലാ കാറുകളും നോക്കുകയാണ്. കാറുകൾ നോക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ കാറുകളിൽ ഒരു സീലുണ്ട്. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇവരുടെ കാറാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഒരു എംബ്ലം അല്ലെങ്കിൽ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് കൊണ്ടുവന്നാണ് നോക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഓട്ടോയുടെ മുന്നിലേക്ക് വേറൊരാൾ നടന്നു വരികയാണ്. അയാൾ ഒരു കോമഡി പീസാണ്, അങ്ങനെയാണ് തോന്നുന്നത്. എന്നൊക്കെ വിളിച്ച് പറയുകയാണ്. ഓട്ടോയും ഹലോ എന്ന് പറയിട്ട് ഓട്ടോയും പോവുകയാണ്. ഓട്ടോ വേറെ ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്. ആൻഡ് ഇപ്പൊ നമുക്കൊരു വൃദ്ധ ദമ്പതികളെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഭാര്യ ഭർത്താവിന് ഫുഡ് എടുക്കുന്ന കാണിക്കുന്നത്. ഇവരെ നോട്ടീസ് വയ്ക്കുക. ഓട്ടോയും അവരെ ഇങ്ങനെ നോക്കിയിട്ടൊന്നും മിണ്ടാതെ പോകുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല ഓട്ടോ.